നെയ്യാറ്റിൻകരയിൽ ഗോപൻ സമാധി കേസിൽ കല്ലറ പൊളിക്കാൻ ഉത്തരവിറങ്ങി. സബ് കളക്ടർ ആൽഫ്രഡിന്റെ സാന്നിധ്യത്തിലാണ് കല്ലറ പൊളിക്കുന്നത്. മൃതദേഹം പുറത്തെടുത്താൽ പോസ്റ്റ്മോർട്ടം നടത്തും. പ്രദേശത്ത് സുരക്ഷാ ചുമതല ഡിവൈഎസ്പിക്ക്. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, നെയ്യാറ്റിൻകരയിൽ ഗോപൻ സമാധി കേസിൽ കല്ലറ പൊളിക്കാനുള്ള ഉത്തരവിറങ്ങിയിട്ടുണ്ട്. എപ്പോഴായിരിക്കും നടപടിക്രമങ്ങളൊക്കെ ആരംഭിക്കുക? ഇത് സംബന്ധിച്ച ജില്ലാ കളക്ടറുടെ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. ഈ നെയ്യാറ്റിൻകരയിൽ ഗോപൻ സമാധി കേസിൽ അന്വേഷണം ഊർജിതമാക്കുന്ന സാഹചര്യത്തിലും ഈ ദുരൂഹതകൾ നിലനിൽക്കുന്നതിനുള്ള ആരോപണങ്ങൾ ശക്തമാകുന്ന സാഹചര്യത്തിലുമാണ് ഇത്തരത്തിൽ ഈ ഗോപൻ സ്വാമിയുടെ സമാധി കല്ലറ തുറന്നുള്ള പരിശോധനയിലേക്ക് പോകുന്നത്. ബന്ധുക്കളിലെ മൊഴികളുടെ വൈരുദ്ധ്യമൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് അന്വേഷണത്തിന്റെ ഭാഗമായി ഇത്തരത്തിൽ കല്ലറ തുറന്നുള്ള പരിശോധനയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. സബ് കളക്ടറുടെ സാന്നിധ്യത്തിലായിരിക്കും ഇത്തരമൊരു പരിശോധന നടക്കുക. അയൽവാസികളുടെ പരാതികളടക്കമുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചും പരിശോധിച്ചുമാണ് പോലീസ് ഇക്കാര്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വയോധികനായ ഗോപൻ സ്വാമി സ്വയം സമാധി എന്നാണ് കുടുംബം പറയുന്നത്. അതേസമയം അദ്ദേഹം നാളുകളായി കിടപ്പിലായിരുന്നുവെന്ന് ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിരവധി ദുരൂഹതകൾ നിലനിൽക്കുന്ന കാര്യത്തിൽ ഒരു പോലീസ് അന്വേഷണം സജീവമായി മുന്നോട്ട് പോകുന്നത്. നേരത്തെ ഇതിന്റെ റിപ്പോർട്ട് സബ് കളക്ടർക്ക് പോലീസ് കൈമാറിയിരുന്നു. തുടർന്ന് തഹസിൽദാർക്ക് റിപ്പോർട്ട് കൈമാറി. ഈ സിമന്റ് തറ പൊളിച്ചുള്ള പരിശോധനയാണ് ഇന്ന് നടക്കേണ്ടത്. എന്തായാലും ഇത് സംബന്ധിച്ച മേഖലയിലൊക്കെ സുരക്ഷയൊക്കെ ശക്തമാക്കിയിട്ടുണ്ട്. മറ്റ് വിവാദങ്ങളും ഒക്കെ ഇതിന്റെ കല്ല് പൊളിക്കുന്നതോടുകൂടി അതിനുശേഷമുള്ള ശാസ്ത്രീയ പരിശോധനകളോടുകൂടി ഈ ദുരൂഹതകൾ അവസാനിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ കരുതുന്നത്. ശരി, നെയ്യാറ്റിൻകരയിൽ ഗോപൻ സമാധി കേസിൽ കല്ലറ പൊളിക്കാൻ ഉത്തരവിറങ്ങി. സബ് കളക്ടർ ആൽഫ്രഡിന്റെ സാന്നിധ്യത്തിലാണ് കല്ലറ പൊളിക്കുന്നത്. പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.